നമസ്കാരം. സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗ രൂപത്തിലാണ് ശിവഭഗവാനെ ഭക്തർ ദർശിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യാസമായി മനുഷ്യനെ പോലെ ശീർഷാസനത്തിൽ തലകുത്തി നിൽക്കുന്ന ലോകത്തിൽ തന്നെ അത്യപൂർവമായ ശിവപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ പാർവതി അംബിക സമേത ശക്തീശ്വരർ ആലയം. ഈ ക്ഷേത്രം ആന്ധ്രാപ്രദേശിൽ ദക്ഷിണ ഗോദാവരി ജില്ലയിൽ ഭീമാവരത്തിന് അരികെ യാനമഡുരു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ശക്തീശ്വരർ, ശീർഷാസന സ്വാമി എന്നീ നാമങ്ങളോടെ ശ്രീമുരുകനോടും പാർവതീദേവിയോടുമൊപ്പം കുടുംബസമേതം സ്വയംഭൂവായി ഏകപീഠത്തിൽ കുടികൊള്ളുന്നു. ലോകത്തിൽ തന്നെ ഇതുപോലെയൊരു ശിവപ്രതിഷ്ഠ ഇവിടെ മാത്രമാണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. മഹാകവി കാളിദാസന്റെ കുമാരസംഭവത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമാവതാര കാലത്ത് നരസപുരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിലുള്ള ശംഭുരീവി എന്ന ദ്വീപിൽ മഹിഷാസുരന്റെ പിൻതലമുറയിലുള്ള ശംഭുരൻ എന്ന അസുരൻ ജീവിച്ചു വന്നിരുന്നു. തീവ്ര ശിവഭക്തനായ അസുരൻ ശിവഭഗവാനിൽ നിന്നും അനേകം വരങ്ങൾ നേടി ഇവിടെ തപസ്സു ചെയ്യുകയായിരുന്ന മുനിമാരെയും ജനങ്ങളെയും ഉപദ്രവിച്ചു വന്നു. സഹികെട്ട മഹർഷിമാർ യമധർമ്മനെ അഭയം പ്രാപിച്ച് അസുരന്റെ അന്ത്യം വരുത്താൻ അപേക്ഷിച്ചു. അപ്രകാരം യമധർമ്മൻ അസുരനോട് ഏറ്റുമുട്ടി. പക്ഷെ അസുരനെ വധിക്കാനാവാതെ തോൽവിയടഞ്ഞ് കൈലാസത്തിലെത്തി ശിവഭഗവാനെ നോക്കി തപസ്സനുഷ്ഠിച്ചു. ആ സമയം ശ്രീപരമേശ്വരൻ കൈലാസത്തിൽ ശീർഷാസനത്തിൽ തപോനിഷ്ഠയിലായിരുന്നു. അരികിൽ 3 മാസം പ്രായമുള്ള ശ്രീമുരുകനെ മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്ന പാർവതി മാതാവ് കാര്യങ്ങൾ മനസ്സിലാക്കി യമധർമ്മന് അധിക ശക്തി കൊടുത്തു. യമധർമ്മൻ ശക്തിയുടെ ആശീർവാദത്തോടെ അസുരനെ വധിച്ചു. ജനങ്ങളെയും മുനിമാരെയും അസുരന്മാരിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷിച്ചു. യമധർമ്മന് ദർശനം കൊടുത്ത ശിവപാർവതിമാരോട് ഇന്നു മുതൽ അസുരന്മാർക്ക് ഇവിടെ പ്രവേശനമുണ്ടാകരുതെന്നും ഭഗവാനും ദേവിയും ഇതേ രൂപത്തിൽ ഇവിടെ കുടികൊള്ളണം എന്നും യമധർമ്മൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഭഗവാനും ദേവിയും ഇവിടെ കുടികൊണ്ടെന്നും യമധർമ്മൻ അവർക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം. പുരാണങ്ങളിൽ യമുനാപുരി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് യമപുരി എന്നും കാലക്രമേണ യാനമഡുരു എന്നുമായി മാറി. കാലപ്പോക്കിൽ ആ ക്ഷേത്രം നശിക്കപ്പെടുകയും പിന്നീടൊരു കാലത്ത് ഈ സ്ഥലം കുഴിച്ചപ്പോൾ ഏകപീഠത്തിൽ ഭഗവത് പ്രതിഷ്ഠകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ചരിത്രം. മുഗൾ രാജവംശത്തിന്റെ പടയോട്ടക്കാലത്ത് 200ഓളം പട്ടാളക്കാർ ഈ ക്ഷേത്രം തകർക്കാനായി എത്തിയപ്പോൾ എവിടെ നിന്നെന്നറിയില്ല വലിയ വലിയ പാറക്കല്ലുകൾ വായുവിൽ നിന്ന് വീണ് അവരെല്ലാം മൃതിയടഞ്ഞത്രേ. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപ്രദേശങ്ങളിൽ ഒന്നും തന്നെ മലയോ വലിയ പാറക്കുന്നുകളോ ഇല്ല എന്നതാണ് ആശ്ചര്യം. കോവിലിന്റെ കിഴക്ക് ഭാഗത്താണ് ശക്തികുണ്ഡം എന്ന തീർത്ഥക്കുളം. കാശിയിലെ ഗംഗ അന്തർവാഹിനിയായി ഈ കുളത്തിൽ സംഗമിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഈ ജലമാണ് ഭഗവാന് പൂജകൾക്കും അഭിഷേകത്തിനും നൈവേദ്യത്തിനും ഉപയോഗിക്കുന്നത്. ഒരു പ്രാവശ്യം കുളം വൃത്തിയാക്കാനായി വെള്ളം വറ്റിച്ചപ്പോൾ വേറെ ജലം കൊണ്ട് ഭഗവാന് പൂജകളും അഭിഷേകങ്ങളും നടത്തി. പക്ഷേ നിവേദ്യത്തിനുള്ള അരി വേവാഞ്ഞതിനാൽ ക്ഷേത്ര അധികാരികൾ വേഗം തന്നെ ഈ വറ്റിക്കിടന്ന ക്ഷേത്രക്കുളത്തിനുള്ളിൽ തന്നെ കിണർ കുഴിച്ച് ജലമെടുത്ത് നൈവേദ്യം തയ്യാറാക്കിയപ്പോൾ അരി വെന്തു എന്നാണ് പറയുന്നത്. സർവ്വരോഗ നിവാരിണിയാണ് ഈ തീർത്ഥം എന്നതാണ് ഭക്തജന വിശ്വാസം. മനോഹരമായ പ്രവേശന കവാടത്തോടെയും 3 നില രാജഗോപുരത്തോടെയും 1000 വർഷങ്ങൾക്ക് മേൽ പ്രായം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാന സന്നിധിയിൽ ശക്തീശ്വരർ എന്ന നാമത്തോടെ ശിവഭഗവാൻ ശിവലിംഗ രൂപത്തിൽ നിന്നും വ്യത്യാസമായി മനുഷ്യരെ പോലെ പാദങ്ങൾ ഉയർത്തിവെച്ച് ശിരസിലെ ജടാമുടി ഭൂമിയിൽ അർപ്പിച്ച് തലകീഴായി ശീർഷാസനത്തിൽ നിൽക്കുന്ന സ്വയംഭൂ പ്രതിഷ്ഠയാണ്. അരുകിൽ 3 മാസം പ്രായമുള്ള ശ്രീമുരുകനെ മടിയിൽ വെച്ച വണ്ണം പാർവതീദേവി ഉപവിഷ്ടയായിരിക്കുന്നു. ഭഗവാന്റെ അരികിൽ ദണ്ഡ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഏകപീഠ പ്രതിഷ്ഠ വെള്ളിക്കവചമണിയിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. എതിരിൽ നന്ദിദേവൻ. ഈ ത്രേതായുഗമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹസിദ്ധി കൈവരുമെന്നാണ് വിശ്വാസം. ഇവിടെയും പള്ളികൊണ്ടീശ്വര ക്ഷേത്രത്തിലുമാണ് ശിവഭഗവാന്റെ വ്യത്യാസമായ പ്രതിഷ്ഠകളുള്ളത്. ഈ ക്ഷേത്രത്തിൽ രാഹുകേതുക്കൾ, വിനായകർ, അയ്യപ്പൻ, ഹനുമാൻ, വള്ളിദേവ്യാനി സമേത മുരുകൻ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. നവഗ്രഹദോഷങ്ങൾ മാറാനുള്ള രാഹുകേതു പൂജകൾ ഇവിടെ പ്രസിദ്ധിയാർജിച്ചത്. മഹാശിവരാത്രി, കാർത്തിക, പൗർണമി, മുക്കോടി ഏകാദശി, ദസറ, സുബ്രഹ്മണ്യ ഷഷ്ഠി, തെപ്പോത്സവം, തിരുക്കല്യാണ മഹോത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ഭീമാവരത്ത് നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഭീമാവരം. അടുത്തുള്ള വിമാനത്താവളം രാജമുന്ദ്രി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.